നവരാത്രിയുടെ 5ാം ദിവസമാണ് ഇന്ന് പഞ്ചമി. ഇന്ന് ദേവീഭാവം സ്കന്ദമാത. സ്കന്ദന്റെ മാതാവ് എന്നുള്ള അർത്ഥത്തിലാണ് സ്കന്ദമാതാവ് എന്നറിയപ്പെടുന്നത്. 6 മുഖമുള്ള സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന ഭാവമാണ് ഇന്ന് ദേവിക്കുള്ളത്. യോഗിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്കന്ദന്റെ 6 മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെയാണ്. ലോവർ 6 ചക്രങ്ങൾ. ആദ്യത്തെ 5 ചക്രങ്ങൾ സൂചിപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങളെയും 6ാമത്തേത് മനസ്സിനെയുമാണ്. ലോവർ 6 ചക്രങ്ങൾ ദേവി ശക്തിയുടെ വാസസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. 7ാമത്തെ ചക്രം ഭഗവാൻ ശിവന്റെയും. അങ്ങനെ ശക്തിയും ശിവനുമായുള്ള കൂടിച്ചേരലിന്റെ ഇടമായിട്ടും സഹസ്രാര ചക്രം അറിയപ്പെടുന്നു. ശിവന്റെയും ശക്തിയുടെയും പുത്രനായ കാർത്തികേയനെ പഞ്ചഭൂതങ്ങളുടെയും മനസ്സിന്റെയും പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. താരകാസുരന്റെ കഥ എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് താരകാസുരൻ ഒരു വരം വാങ്ങിച്ചിരുന്നു, തന്നെ ശിവന്റെ പുത്രന് മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ താരകാസുരൻ വളരെയധികം ശല്യക്കാരനായിട്ട് പ്രപഞ്ചം മുഴുവൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. നമ്മളത് ആദ്യമേ ശൈലപുത്രിയുടെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ഭഗവാൻ സതീദേവിയുടെ ആത്മാഹുതിക്ക് ശേഷം ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോയ കഥ. യോഗനിദ്രയിൽ നിന്ന് ഉണരാനായിട്ട് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. യോഗനിദ്രയിൽ നിന്ന് ഭഗവാൻ ഉണർന്നാൽ മാത്രമേ ഈ ഒരു താരകാസുരന്റെ ഭഗവാനെ യോഗനിദ്രയിൽ പരിഹാരം ഉണ്ടാവുക ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സതീദേവി പാർവതിയായി പുനർജനിക്കുന്നത്. വളരെ അഹങ്കാരിയായി മാറിയ ഈ ലോകത്തിന് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന താരകാസുരനെ നിഗ്രഹിക്കുന്നത് ഭഗവാൻ ശിവന്റെ പുത്രനായ സ്കന്ദ ഭഗവാനാണ്. അങ്ങനെ താരകാസുരനെ നിഗ്രഹിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിന് തന്നെ സമാധാനം നൽകിയ ശക്തി കൂടിയാണ് ഭഗവാൻ സ്കന്ദൻ. സിംഹവാഹിനിയാണ് ദേവി. ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. അതിൽ വലത് കരങ്ങളിൽ ഒന്നിൽ ബാലമുരുകനും മറ്റതിൽ താമരയുമാണുള്ളത്. ഇടത് കൈകളിൽ വരമുദ്രയും താമരയുമാണ് ദേവി ഏന്തിയിട്ടുള്ളത്. ഇന്നേ ദിവസം സ്കന്ദമാതാവിനെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ ദേവിയെ മാത്രമല്ല സ്കന്ദനെയും കൂടിയാണ് ആരാധിക്കുന്നത്.